ഇന്ന് സ്ലിൻ ഷോട്ടിൻ്റെ കുറച്ച് വീഡിയോ ആണ്. ഫസ്റ്റ് ഒരു വരാലിനെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല ലോങ് ഒന്ന് ഷൂട്ട് ചെയ്ത് മീനിനെ കൊണ്ടയില്ല എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതാ നൂല് പിടിച്ച് നോക്കിയത്. നോക്കുമ്പോൾ സംഭവം കൊണ്ടിട്ട് നല്ല പുല്ലിൻ്റെ ഇടയിലോട്ട് ഓടിക്കയറി കളഞ്ഞു. ലാസ്റ്റ് അങ്ങോട്ട് പോയിട്ട് എടുക്കണ്ട വന്ന് പുല്ലിൻ്റെ ഇടയിൽ കയറി ഉള്ളിൽ പോയി ചുറ്റിയെന്ന് വിചാരിച്ചു. ചുറ്റിയിട്ടില്ല, അവിടെ അനങ്ങാണ്ട് വന്നിരുന്നു. നല്ല പോയി പൊന്തിച്ചിങ്ങിട്ട്. ഇതധികം വലുപ്പമൊന്നുമില്ല, നല്ല ലോങ്ങിൽ അടിച്ച് എന്തായാലും ഏറെടുക്കാൻ പൊന്തലും ഒറ്റ ഷൂട്ടം കൊടുത്ത്. ഇത്ര ലോങ്ങിൽ അടിച്ചിട്ട് ശര അപ്പുറത്ത് കൂടി ഇങ്ങ് വന്ന്. ഇതൊരു തൂളീനടിക്കുന്ന കേട്ടോ. വെള്ളം കുറഞ്ഞ ഭാഗം അങ്ങോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. ഒറ്റെണ്ണം കൊടുത്ത്. ഇത് നല്ല അടിപൊളി മീനാണ്. ഇത് ആദ്യം വലുപ്പമൊന്നുമില്ല, ചെറു തന്നെയാണ്. ഒരു മീഡിയം സൈസുള്ള മീൻ. പുഴേൻ്റെ സൈഡിലോട്ട് വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന, അതിനകത്തോട്ട് എന്ത് ചെയ്യുക, ഈ മീൻ ഇങ്ങനെ മെല്ലെ വന്നിട്ട് അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്ന. ഞാൻ ലേശം മേലെ വെക്കുന്നതുകൊണ്ട് എന്ത് ശരിക്കും കണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കറക്റ്റ് അതിനെന്നെ കൊള്ളുകയും ചെയ്തു. ഭയങ്കര സ്പീഡാണ്. ഈ മീനിനെ എഴുത് പിടിക്കാനാവില്ല, ഭയങ്കര പോക്ക് പോയിക്കളി. എന്നാലും കണ്ട നടുപ്പുറത്ത് കൂടെ കയറി. ഇതൊരു പിലോപ്പിനെ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. മരത്തിൻ്റെ ഇടയിൽ ഞാൻ ഒളിച്ച് നിൽക്കുന്നായിരുന്നു. പിലോപ്പി മെല്ലാടെ പൊന്തി വരലും ഒറ്റെണ്ണം കൊടുത്ത്. അത് 2-3 പിലോപ്പി പൊന്തിയായിരുന്നു. അതിൽ ഒന്നിനെ തന്നെ, അതിൽ ഏറ്റവും വലുതിനെ നോക്കിയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് പിടിച്ച്. ഒരു തിണ്ടിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല പിലോപ്പിയാണ് കിട്ടിയത്. എന്താ വലിക്കുന്ന വലി. അത്യാവശ്യം സൈസില്ലേ, മോശമില്ലാത്ത പിലോപ്പി തന്നെയാണ്. എടാ ഇത് അടിപൊളി പിലോപ്പിയാണ് കിട്ടിയത്. എന്തായാലും ഇവിടുന്ന് തന്നെ ഞാൻ 3-4 കൂടി പിടിച്ചായിരുന്നു. അതിലേറ്റവും നല്ല സൈസുള്ള പിലോപ്പിയാണിത്. അടുത്തൊരു പിലോപ്പിനെ ഷൂട്ട് ചെയ്യുന്ന നോക്കിക്കോ. മീൻ അടി കൊണ്ടിട്ട് പൊളയെന്ന് നോക്കിക്കോ. ഉണ്ട് അവിടെ മലന്നിങ്ങ് വന്ന്, അടി കൊള്ളലും മലന്നിങ്ങ് വന്ന്. വെള്ളമെല്ലാം നല്ല കലക്കായി. എന്നിട്ടും ഇങ്ങനെയെല്ലാം മേലെ ഇങ്ങനെ പൊന്തി വരുന്ന കാണുന്നുണ്ട്. അതിൽ പിടിച്ച് ഇതൊരു വരാലിനെ ഷൂട്ട് ചെയ്ത് കേട്ടോ. ഷൂട്ട് ചെയ്ത പാടുള്ള വീഡിയോ കിട്ടിയിട്ടില്ല. അവിടെ കൊണ്ട കുടുക്കി കളഞ്ഞ്. നല്ല സൈസ് വരാല. അതിൻ്റെ ഉള്ളിൽ പോയി കയറി കളഞ്ഞ്. ലാസ്റ്റ് ഇറങ്ങി എടുക്കേണ്ട വന്ന്. വലിച്ചിട്ട് വരുന്നില്ല, മൊത്തം ചുറ്റി. ലാസ്റ്റ് എന്ത് ഇറങ്ങേണ്ട വന്ന് ഇറങ്ങിപ്പോയിട്ട് വലിച്ച് കയറ്റി. വലിച്ചാലൊന്നും കൊന്നാൽ വരില്ല, നല്ലോണം ചുറ്റി കളഞ്ഞു. ബ്രൈഡ് പൊട്ടെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഇറങ്ങേണ്ട വന്നു. ഒന്നും നോക്കിയില്ല, വെള്ളത്തിലിറങ്ങി ഞാൻ. ഇത് പുഴേൻ്റെ സൈഡാട്ടോ. ഒരു കുഴി പോലെ ഉണ്ട്. ഇറങ്ങിയെടുത്ത് നല്ല സൈസുള്ളവരല്ല കേട്ടോ. അടിപൊളി മീനാണ് കിട്ടി. ഇതാ പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ വലിപ്പം തിരിയുന്നില്ല. ഏകദേശം ഒരു 1 കിലോൻ്റെ മേലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പോയി ചുറ്റിക്കളഞ്ഞ്. നല്ല മുട്ടം വരാലെന്ന് പറഞ്ഞാൽ മുട്ടം വരാലെ സാധനം. ഇതൊരു പിലോപ്പിനെ ഷൂട്ട് ചെയ്തേ, പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇത് നല്ല സൈസുള്ള പിലോപ്പി തന്നെ. ബാക്കി കുറേ മീൻ കിട്ടിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇതേപോലത്തെ അടുത്ത മീനിന് ഇതേപോലെ ഷൂട്ട് ചെയ്യൽ, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഒരു ഗിഫ്റ്റ് പിലോപ്പിയാന്നോ. ഇതൊരു വരാലിനെ ഷൂട്ട് ചെയ്യുന്നു കേട്ടോ. നമുക്ക് ആ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് മെല്ലെ തല മാത്രം കാണിച്ചിരിക്കുന്നു. കൊടുത്ത് ഇത് നല്ല സൈസുള്ള വരാൽ തന്നെ.
ഞാനേ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളം അനങ്ങിയിട്ട് ഓടി. ഞാൻ മെല്ലെ അവിടെ തന്നെ ഇരുന്ന് അനങ്ങാണ്ട് നല്ല പൊന്തി വരുന്നുണ്ടായിരുന്നു. കൊടുത്തി ഞാൻ കുടിക്കായിരുന്നു. നല്ല സൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല സൈസ്. പുല്ലിൽ ചുറ്റിയിട്ടുള്ളത്, പുല്ലെല്ലാം പാലിച്ച് പൊട്ടിച്ച് കയറ്റി. ഇത് ഒരു 2-3 പിലോപ്പിയും ഈ തൂളി ഒരു 3-4 എണ്ണം, വരാൽ എല്ലാം കിട്ടി. 4-5 കിലോ മീനിൻ്റെ മേലെ കിട്ടീന് ഇന്ന് എന്തായാലും മൊത്തത്തിൽ.